അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകുവാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ കേട്ടിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഈശോയുടെ കുടുംബം അവനെപ്പറ്റി സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുവാൻ കാരണം ഒരുപക്ഷെ അവർ മാനുഷികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചതുകൊണ്ടായിരിക്കും. ഒരു മരപ്പണിക്കാരന്റെ മകൻ അതെല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി കുറച്ച് ശിഷ്യരെ കൂടെ കൂട്ടിയും രോഗശാന്തികൾ നൽകിയും ഗ്രാമങ്ങൾ ചുറ്റി സഞ്ചരിച്ചത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും ഈശോ തന്റെ ശുശ്രൂഷയിൽ നിന്നും പിന്മാറിയില്ല. തന്നെ അന്വേഷിക്കുന്നവരിലേക്ക് കടന്നു ചെല്ലുവാൻ എപ്പോഴും തയ്യാറായിരുന്നു. അതേ സ്നേഹമുള്ളവരെ, നമ്മളും ഈശോയെ ദാഹത്തോടെ ആഗ്രഹിച്ചാൽ അവൻ നമ്മിലേക്ക് കടന്നു വരുവാൻ സദാ സന്നദ്ധനാണ്. ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമൊന്നും ഈശോയുമായുള്ള ബന്ധത്തിൽ നിന്നും അഥവാ ഈശോ നമ്മിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും നമ്മെ തടയുവാൻ അനുവദിക്കരുത്. ഈ ആത്മീയ കൃപാവരത്തിനായി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.